പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പ അങ്ങയുടെ പാദപീഠത്തേക്ക് അടികൾ അടഞ്ഞു വരുന്നു ഡാഡി. Thank you, Jesus, for this wonderful evening, Daddy. Kodaba shakalaba, rikalabi siandrobi shiko rasiandraba. Lord of laws, Lord of peace, we praise you, Daddy. Lord of kings, we praise you, Daddy. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തേക്ക് അടികൾ അടഞ്ഞു വരുന്ന കർത്താവേ, ഉഡാലാബ ശാന്തര റിക്കോ റസിയ, wonder working God, we praise you, Daddy. God who makes all things, we praise you. God of our salvation, God our Savior, we praise you, Daddy. Great God, we praise you. Robara shakalaba, rikalabikara siandara bashandare. God of riches, we praise you. Ribara shakalaba. Lord of lords, we praise you. Lord the King, alabashandara, King of kings, King of glory, we praise you, Daddy. Hiraba shandaraba, O riba siandaro vishendara alabesheko, King eternal, King immortal, King invisible, King of the Jews, we praise you. King of Israel, we praise you. King of Jacob, we praise you. King in Eshun, we praise you. King upon the holy hill of Zion, we praise you. Riba raba shandara alaba shandare, Riko rabasiyandara alaba shandare, Riko rasiyandaraba, Rika rabare digala managa regade, Udaladu ragasya, Riba raba shandara, Rika labare digala managa, Udaladu ragasya, Riba raba shandare, Riko rasiyandara alaba shandare, Udaladu ragasya, Riba raba shandara, Dika labare digala managa regade. പരിശുദ്ധ പിതാവേ, ഇന്നത്തെ മീറ്റിംഗ് തൃപ്പാത്തി സമർപ്പിക്കുന്ന കർത്താവേ, കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാവേഗം കൂട്ടി വരുത്തണം കർത്താവേ. ഉദാലകശന്തര എന്ന വചന ശുശ്രൂഷിക്കുന്ന അടിയനെ കർത്താവേ, ഞങ്ങളുടെ ശ്രേഷ്ഠദാസനെ തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശക്തിയോടെ വചനം ഘോഷിപ്പാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗികൾ കടന്നു വരുന്നവർ സൗഖ്യം പ്രാപിക്കണമേ, വിടുതൽ വേണ്ടവർക്ക് വിടുതൽ ലഭിക്കണം കർത്താവേ. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഉഡാലബ ശന്തര റിക്കലബ സന്ദരെ റിക്കോ റസിയാന്തരാബ റേഷ്യാന്തരാബ റിക്കാലബ സന്ദരെ റിക്കോ റസിയാന്തരാബ കലബിക്കോ റോസിയക്കാലബ റസിയാന്തരാബ റിബാ റബ ശന്തരെ റിബാ റബലബ ശന്തരെ റിക്കോ റസിയാന്തരാബ ഖറസിയാന്തരാബ റിബാ റബസിയാന്തരെ റിക്കോ റസിയാന്തരാലബ ശന്തരെ റിക്കോ റസിയാന്തരാബ ശന്തരാബ. കർത്താവേ, ഹല്ലേലൂയ. ഓ കർത്താവ് കൊടുത്ത വിടുതലുകൾക്കായി, സൗഖ്യങ്ങൾക്കായി എന്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം കർത്താവിന്റെ തൃപ്പാത്തി ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉടാലബശന്തര, നമുക്ക് വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് ഹല്ലേലൂയ കോഴിക്കോടിനായി പ്രാർത്ഥിക്കാം, ഹല്ലേലൂയ തൃശ്ശൂരിനായി പ്രാർത്ഥിക്കാം, ട്രിവാൻഡ്രത്തിനായി പ്രാർത്ഥിക്കാം, കേരളത്തിലെ 14 ഡിസ്ട്രിക്ട്സിനെയും കർത്താവിന്റെ തൃപ്പാത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഉദാലവശന്തര റിക്കോ റസിയാന്തരാലവശന്തരെ റിക്കോ റസിയാന്തരാവശന്തര അങ്ങയുടെ സങ്കീർത്തനം കർത്താവേ 57-ാം സങ്കീർത്തനത്തിന് 1-2 വാക്യങ്ങൾ പറയുന്നു. Be merciful to me, O God, be merciful to me, for in you my soul takes refuge, in the shadow of your wings I will take refuge till the storms of destruction. കർത്താവേ, ഈ ആപത്തൊഴിഞ്ഞു പോകുവോളം കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ കർത്താവേ ഓരോരുത്തരെയും അങ്ങ് അണച്ചുകൊള്ളുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ റിമാലാബാഷികാലാബസ്യാന്തര, ഓ റിബാഷ്യാന്തരെ റിക്കോ റസ്യാന്തര. Daddy, you are our refuge and strength, ever present help in trouble. Therefore we will not fear, though the earth give way and the mountains fall into the heart of the sea, we will not fear. Papa, you are our refuge, you are a fortress. കർത്താവേ, വയനാടിൽ ഹാൾ നടക്കുന്ന ഡിസാസ്റ്ററില് ആളിലുമായിരിക്കുന്ന സകല ജനത്തെ കർത്താവ് രക്ഷിക്കണമേ, സഹായിക്കണമേ കർത്താവേ. റീബാലാസിയാന്തരാകയുടെ ദൂതരെ അയക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഒരുവരെയോടുള്ള പ്രാർത്ഥന സ്വർഗം കേൾക്കണമേ, അത്ഭുതത്തെ ചെയ്യുമാറാകണം കർത്താവേ. ഓറി യു ഡാഡി, യു ക്രിയേറ്റഡ് ദിസ് യൂണിവേഴ്സ്, യു ക്രിയേറ്റഡ് ദ എർത്ത്, യു ക്രിയേറ്റഡ് എവറിത്തിങ് ഡാഡി. കർത്താവിന്റെ ഒരു വാക്ക് സകലത്തെ നിയന്ത്രിക്കുമല്ലോ കർത്താവേ. Have compassion on these districts, Daddy. അനേകരുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, അനേകർക്ക് വിലപ്പെട്ട നഷ്ടപ്പെട്ടു, വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു കർത്താവേ. 100ഓളം
ജീവൻ നഷ്ടപ്പെട്ടു കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യണമേ. അങ്ങ് ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി ഇറങ്ങി വരണം കർത്താവേ. കർത്താവേ, അനേകർ നിലവിളിക്കുന്നു കർത്താവേ. അപ്രത്യക്ഷമായ ഡിസാസ്റ്ററിൽ നിന്ന് കർത്താവെ എല്ലാവരെയും വിടുവിക്കണമേ, രക്ഷിക്കണമേ കർത്താവേ. ദൂതന്മാർ ഇറങ്ങിയേ മതിയാവ് കർത്താവേ. മിന്നുന്ന വാളുമായി ഇറങ്ങി ഞങ്ങളുടെ കേരളത്തെ രക്ഷിക്കണമേ കർത്താവേ. ഈ വലിയ ഡിസാസ്റ്ററിൽ നിന്ന് കർത്താവ് വിടുവിക്കണമേ. കാലാവസ്ഥ അനുകൂലമാക്കി തീർക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വേദനിക്കുന്നവരുടെ ഭാരം അങ്ങ് അറിയുന്നല്ലോ കർത്താവേ. അങ്ങ് ആശ്വസിപ്പിക്കണമേ, അങ്ങ് ബലപ്പെടുത്തണമേ, അങ്ങ് ശക്തീകരിക്കണമേ, അങ്ങ് സൗഖ്യമാക്കണമേ, അങ്ങയുടെ ഉള്ളങ്കയിൽ അവരെ വഹിക്കണമേ കർത്താവേ. കർത്താവ് ഇറങ്ങി വന്ന് എല്ലാവരും രക്ഷിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഇടപെടാതെ കടുനീരോട് ഞങ്ങളുടെ ദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജനങ്ങൾ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ ഇത് ഇടയായി തീരണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. രാത്രി ശുശ്രൂഷിക്ക് ദേവദാസിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശക്തിയോടെ വചന ശുശ്രൂഷിപ്പാൻ സ്വർഗ്ഗം സഹായിക്കണം. ഞങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, ആരാധന, ഇന്നത്തെ ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായി തീരട്ടെ. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയെ ആചരണ കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്കൊരു പാട്ട് പാടി കർത്താവിനെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദോഷികളെല്ലാം തീരാൻ കാലമായി. ദോഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. നിൻ പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ നേരമായി. തേജസ്സോടെ നാം കാണാൻ നേരമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കാന്തേരുമായി വാസം ചെയ്യുന്ന കാലം സമീപമായി പ്രിയരേ. കാലം സമീപമായി പ്രിയരേ. രാജാധിരാജൻ മഹിമയോടെ
വാനമേഘത്തിൽ എഴുന്നള്ളാറായി കാന്തേനുമായി വാസം ചെയ്യുന്ന കാലം സമീപമായി പ്രിയരേ, കാലം സമീപമായി പ്രിയരേ. രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി യുഗയുഗമായി പ്രിയൻ കോടെന്നും വാഴും സുദിനം ആസന്നമായി, വാഴും സുദിനം ആസന്നമായി. രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മനോരൂപമായി പറന്നിടും ഞാൻ, മനോരൂപമായി പറന്നിടും ഞാൻ. രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുവല്ലോ ദൈവമക്കളെ. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അറിയാം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. കർത്താവ് പല രീതികളിലൂടെ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുവാണ്. തമ്പുരാന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതിനായിട്ട് ഒരുങ്ങുവാനായിട്ട്. കുദാരക ശന്തര റിക്കാലവസന്തരെ നമുക്ക് വേഗം ഒരു വചനം വായിച്ച് ഹല്ലേലൂയ അതിലേക്ക് കിടക്കാം. അവൻ മാർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. ഹല്ലേലൂയ. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 11 നിയമിച്ചു. ഹല്ലേലൂയ. റിക്കാലവശന്തരെ റിക്കോ റസ്യാന്തരാബ റിക്കാ റസ്യാന്തരാബ കലബശ്യാന്തര. നമുക്കറിയാം ആരാധനയാണോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് നമ്മളോട് ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. ആരാധനയ്ക്കാണോ നമ്മുടെ പ്രവൃത്തിക്കാണോ പ്രാധാന്യം ഉള്ളതെന്ന്. ഹല്ലേലൂയ. റിഖാലബസ്യാന്തരാബശന്തരെ. ആദ്യം ആരാധനയാണോ പ്രവൃത്തിയാണോ വേണ്ടതെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. ഹല്ലേലൂയ. റിഖാലബശന്തര. ചില സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയാൽ കാണാം അവർ ആരാധനയ്ക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കും. ഹല്ലേലൂയ. പക്ഷെ പ്രവൃത്തികൾക്ക് അധികം പ്രാധാന്യം കൊടുക്കില്ല. ഓരോ പ്രസംഗങ്ങൾ ഉണ്ടാവും, ബൈബിൾ ക്ലാസ്സസ് ഉണ്ടാവും. സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഒരു ചേർച്ചിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സുവിശേഷ പ്രവർത്തനവും വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പ്രഭാഷണങ്ങളെല്ലാം നമുക്ക് വേണ്ടതാണ്. എന്നാൽ അതിനേക്കാൾ മുൻഗണന ആരാധനയ്ക്ക് നൽകണമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഓറിക്കാരസ്യാന്തര. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകമെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുന്ന വലിയ പ്രവൃത്തി യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. നമുക്കറിയാതെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലാണ് പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ മാളിക മുറിയിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ നിങ്ങൾ നിറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയാ, നിങ്ങള് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളായി തീരണം. ഹല്ലേലൂയ. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഹല്ലേലൂയ.
ശക്തമായ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ശേഷമാണ് നമ്മൾ നോക്കിയ പത്രോസ് നടത്തിയ സുവിശേഷ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ, എത്ര പേരാണ് അന്ന് രക്ഷിക്കപ്പെട്ടത്? ഹല്ലേലൂയ. പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അന്യഭാഷ അടയാളത്തോട് പിളർന്ന നാവിനാൽ പരിശുദ്ധാത്മാവ് ആ 120 പേർ കൂടിയിരുന്ന സ്ഥലത്ത് മാളിക മുറിയിൽ ഇറങ്ങി വന്നു. ഉടാരക ശന്തര റിക്കാലവരെ ദിഗല മനക രഗതെ ഉടാ റബൂസ്യാന്തരാബശന്തരെ. പരിശുദ്ധാത്മാവ് പിളർന്ന നാവാൽ അവിടെ ഇറങ്ങി വന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ എത്ര പേരാണ് അന്ന് രക്ഷിക്കപ്പെട്ടത്? 3000 പേരാണ് രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അവർ രക്ഷിക്കപ്പെട്ട മാത്രമാണോ നടന്നത്? സ്നാനപ്പെട്ട് അവർ സഭയോട് ചേർന്നു. നമ്മൾ യഥാർത്ഥ ആരാധനയുടെ ഫലം അതായിരിക്കണം. നമ്മൾ സുവിശേഷ പ്രവർത്തനത്തിൽ കേരളം മുൻപന്തി തന്നെ നിൽക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹല്ലേലൂയ. പക്ഷെ എത്ര ആത്മാക്കൾ രക്ഷയിലേക്ക് വരുന്നു? അതാണ് ഒരു ക്വസ്റ്റ്യൻ. റീബാര ശന്തര റിഖാൽ അവസ്യാന്തരാബ. കർത്താവിന്റെ തിരുവചനം പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഉടാരാബ ശാന്തരാബ. നമ്മള് വചനം പ്രസംഗിച്ചത് കൊണ്ട് മാത്രമായില്ല. there should be power. റിഖാൽ അവശന്തര റിഖാർ അക്ഷരത്തിലല്ല, ആത്മാവിന്റെ ശക്തിയിൽ അത്രേ ഫലം ഉണ്ടാകുന്നത്. ഉദാരക ശന്തര. അത്രയും ശക്തി പ്രാപിച്ച് പത്രോസ് വചനം ശുശ്രൂഷിച്ചപ്പോൾ 3000 പേരാണ് രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. 3000 മീനുകൾ തന്റെ വലയിൽ വീണു. കുദാരക ശന്തരെ റിക്കോ റസ്യാന്തരാബശന്തരെ. ഹല്ലേലൂയ. യഥാർത്ഥ ആരാധനയുടെ ഫലമായിരിക്കണം പ്രവൃത്തി. എല്ലാ പ്രവർത്തനങ്ങളുടെയും ഹല്ലേലൂയ ഒരു ഹെഡ് എന്ന് പറയുന്ന ആരാധനയാണ്. നമ്മുടെ ശുശ്രൂഷകളെക്കാൾ മുമ്പിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആരാധനയിലാണ്. ഹല്ലേലൂയ. അതിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആരാധന ആണ് നമ്മൾ കൂടുതൽ കർത്താവുമായിട്ടൊരു ഇന്റിമസിയിലേക്ക് കയറുന്നത്. ബിക്കോസ് നമ്മുടെ സ്പിരിറ്റും കർത്താവിന്റെ സ്പിരിറ്റുമായിട്ട് ഒന്നാകുന്ന അവസ്ഥ, ആ വണ്ണസിലേക്ക് നമ്മൾ വന്ന് നമ്മൾ ആ സ്പിരിറ്റ് റിലത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ കർത്താവുമായിട്ടുള്ളൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ്, സ്ട്രോങ് ഇന്റിമസി, ഒരു എന്താ പറയാ, നമ്മളും കർത്താവ് ഒന്നായിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമാണ് ഹല്ലേലൂയ അങ്ങനെ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നിട്ട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളൊക്കെ പലപ്പോഴും കർത്താവിന് വേണ്ടി ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. പക്ഷേ കർത്താവ് പറഞ്ഞിട്ട് കർത്താവിന്റെ തിരുഹിത പ്രകാരം കർത്താവ് ആഗ്രഹിക്കുന്ന വിധം കർത്താവിന്റെ സന്നിധിയിൽ തമ്പുരാന്റെ പാദപീഠത്തിൽ കൂടുതൽ സമയം ഇരുന്ന് പ്രാപിച്ചിട്ട് കർത്താവിന് വേണ്ടി കർത്താവിന്റെ ഹിതം ചെയ്യുന്നവരായി തീരണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആദാം നമുക്കറിയാം പാപം ചെയ്യുന്നതിന് മുന്നേ ദൈവത്തോടുള്ള സ്നേഹത്തിനും ആ ഒരു ഇന്റിമസിയിലും എന്താ പറയാ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ പാപം ചെയ്ത ശേഷം നമുക്കറിയാം അവർ ഒളിച്ചിരുന്നു. ഹല്ലേലൂയ. കാരണം കർത്താവിനെ ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റില്ലായിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷം അവർക്ക് എന്നാ പറ്റിയത്? വിയർപ്പോട് കൂടി അവർ അധ്വാനിച്ച് പ്രവർത്തിച്ച് ജീവിച്ചു. ദൈവം നമ്മുടെ പാപത്തിന്റെ ഫലമായി എല്ലാ ശാപത്തിൽ നിന്നും വീണ്ടെടുത്ത് മുമ്പേ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ദൈവത്തിന്റെ മഹത്വം കൊടുത്ത് ജീവിച്ച് ദൈവമേൽപ്പിച്ച നമുക്കിവിടെ ഇരിക്കുന്ന ഇന്ന് ഗൂഗിൾ മീറ്റിംഗിൽ കയറിയിട്ടുള്ള ഓരോരുത്തരെ കുറിച്ചും സ്വർഗത്തിലെ കർത്താവിന് ഒരു പദ്ധതി ഉണ്ട് ദൈവമക്കളെ. If you do not know your calling, you should ask your God, Father, Lord, hallelujah, എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി, കർത്താവ് എന്നെ കുറിച്ചുള്ള വിൽ, കർത്താവ് എന്നെ കുറിച്ചുള്ള പേർപ്പസ് എന്താണെന്ന് അങ്ങ് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഉടാലക ശന്തര. And according to that purpose and will, you have to take each and every step in your life. ഉടാബ ശന്തരാബ കസ്യാന്തര. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ. ഉടാലവ ശന്തരെ റിക്കോ റസ്യാന്തരാബ ശന്തരെ റിക്കാലവ ശന്തര. ഞാൻ ഭൂമിയിൽ നിന്നെ യേശു കർത്താവ് പറഞ്ഞത് എന്താണ്? ഹല്ലേലൂയ. യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ തന്ന പ്രവൃത്തി തികച്ച്
ആദ്യ മഹത്വം പിന്നെ പ്രവൃത്തിയാണ് യേശു കാണിച്ച മാതൃക. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് നോക്കണം, നമ്മൾ എങ്ങനെയാ ചെയ്യണേന്നുള്ളത്. ഹല്ലേലൂയ. നമുക്കറിയാം യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? ഒന്നാമത് തന്നോട്, അതാണ് നമ്മളിപ്പോ വായിച്ചത്, തന്നോട് കൂടി ഇരിപ്പാൻ, രണ്ടാമത് പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ, മൂന്നാമത് ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകേണ്ടതിന് 12 നിയമിച്ചു. നമ്മൾ വായിച്ച വാക്യം അതാണ്, മാർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. ഹാലേലൂയ. നമ്മൾ മാർത്തയും മറിയയുടെയും കാര്യം നമുക്കറിയാം. അവര് പലതിനെ ചൊല്ലി മനം കലങ്ങി അധ്വാനിച്ച മാർത്തേക്കാൾ യേശു പ്രശംസിച്ചത് യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന മറിയയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, അവളാണ് സ്വച്ഛജട മാംസ തൈലം യേശുവിന്റെ തലയിൽ ഒഴിച്ചത്. ഹല്ലേലൂയ. സുവിശേഷം പാദത്തിൽ ഒഴിച്ചത്. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഇത് പറയപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അന്ത്യോക്യയിലെ സഭ ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു. ആരാധിക്കുന്ന സഭയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ ബർന്നബാസിനെ ശൗലിനെ ദൈവം വേർതിരിച്ചു. അപ്പൊ എവിടെ വേർഷിപ്പ് ഉണ്ടോ, എവിടെ പരിശുദ്ധാത്മാവിനാലുള്ള വേർഷിപ്പ് ഉണ്ടോ, റീബാരാസ്യന്തര, അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടും. എന്തുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ജനം രക്ഷിക്കപ്പെടാത്തത്, ജനം മാനസാന്തരപ്പെടാത്തതിന്റെ കാരണം എന്താണ്? ഹല്ലേലൂയ. നമ്മള് പ്രസംഗിക്കുന്ന വചനത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? ഹല്ലേലൂയ. നമ്മൾ എത്ര മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവശക്തി പ്രാപിച്ചിട്ടാണ് നമ്മൾ വചനം പ്രസംഗിക്കുന്നത്? ഉദാരക ശന്തരേ, നമ്മൾ അങ്ങനെ വചനം പ്രസംഗിക്കുമ്പോഴാണ് അവിടെ ദൈവശക്തി വ്യാപരിച്ച് ദൈവപ്രവർത്തികൾ നടക്കുന്നത്. നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ അറിയാം, പൗലോസ് ആകട്ടെ, അപ്പോസ്തലന്മാരാകട്ടെ, അവരെവിടെ പോയി വചനം ശുശ്രൂഷിച്ചപ്പോഴും അവർ മണിക്കൂറുകൾ യേശു ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് യേശു കർത്താവ് ശുശ്രൂഷ ചെയ്തതുപോലെ അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവർ ഇറങ്ങിത്തിരിച്ചത്. ആ ശുശ്രൂഷകളിലെല്ലാം ഭൂതങ്ങൾ വിട്ടുപോയി, രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. അവിടെ ഡെലിവറൻസ് നടന്നു, മിറക്കിൾസ് നടന്നു. കുടാരക ശന്തരേ, റീകോ റസ്യാന്തരാവ ശന്തരേ, 1 പത്രോസ് 2:4-9 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. പത്രോസ് എഴുതിയ പ്രധാന വിഷയം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിക്കണമെന്നായിരുന്നു. ഹല്ലേലൂയ. ആരാധിച്ച് കൃപ പ്രാപിച്ച ബർന്നബാസും പൗലോസും പ്രതികൂലങ്ങളുടെ നടുവിൽ ശക്തിയോടെ പ്രവർത്തിച്ച് മുന്നേറി. എന്നാൽ കൂടെ ഇറങ്ങി തിരിച്ച മാർക്കോസ് നമുക്കറിയാം വേല വിട്ട് തിരിച്ചുപോയി. ഹല്ലേലൂയ. ആരാധനയ്ക്ക് ശേഷമുള്ള പ്രവൃത്തിയാണ് ആവശ്യമെന്ന് ഹല്ലേലൂയ ഈ എക്സാമ്പിൾസിലൂടെ നമുക്ക് മനസ്സിലായി. കുദാരക ശന്തര, ദൈവ സന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാപിച്ചിട്ട് വേണം കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാൻ. കുദാരക സന്തര റീബസ്യന്തരെ. ഒരു ദേവദാസിന്റെ ശുശ്രൂഷയിൽ ആ ദേവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി, അറ്റ്ലീസ്റ്റ് നിങ്ങൾ 4 hours എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങൾ വചനം ശുശ്രൂഷിക്കാൻ ഇറങ്ങരുത്. ഉദാരക സന്തര റീബസ്യാന്തരെ. നമ്മൾ വെറുതെ വചനം നമ്മുടെ ഫ്ലഷ്, ആ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ ഫ്ലഷിലേക്ക് മാത്രമേ ആ വചനം ചെല്ലത്തുള്ളൂ, സ്പിരിറ്റിലേക്ക് കയറത്തില്ല. ഉദാരക ശന്തര റിക്കോ റസ്യാന്തര. സോ ഒരുപാട് സമയം കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത്, പ്രാർത്ഥന സത്യം പറഞ്ഞ ഇറ്റ്സ് എ വാർ ഫൈറ്റിംഗ്, സ്പിരിച്വൽ വാർഫെയർ ആണ്. ഹല്ലേലൂയ. നമ്മൾ ആ ശക്തിയും കൊണ്ടാണ് നമ്മൾ ജനത്തിന്റെ ജനത്തെ സ്റ്റേജിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഹലബശന്തര റിക്കോ റസ്യാന്തര. ആ ജനത്തിന്റെ വിടുതലിന് എഗൻസ്റ്റ് ആയിട്ട് പല പവേഴ്സ് അവിടെ വർക്ക് ചെയ്യും. പക്ഷേ നമ്മള് ആ വചനം ശുശ്രൂഷിക്കുന്നതിന്റെ പിന്നിൽ, ഇന്നിപ്പോ ഞാൻ ഈ വചനം ശുശ്രൂഷിക്കുന്നു, ഞാൻ എത്ര നേരം കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ ദൈവശക്തി ഒരിക്കലും വ്യാപരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് കേൾക്കുന്നവരുടെ സ്പിരിറ്റിനെ തൊടത്തില്ല. ഉടാരക ശന്തര റിക്കോ റസ്യാന്തര. ഈ ശുശ്രൂഷ എല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ വചന ശുശ്രൂഷകൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഉടാരക ശന്തര റീബസ്യാന്തരാബ ശന്തര. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവ്, ഇത് അങ്ങയുടെ ശുശ്രൂഷയാണ്.
റീബാറസ്യാന്തര. കർത്താവിന്റെ രാജ്യം പണിയപ്പെടേണ്ടത് പരിശുദ്ധാത്മാവാണ് പണിയുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പണിയപ്പെടാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി വചനം, ഹല്ലേലൂയ, വചനം ശുശ്രൂഷിക്കാൻ നമ്മുടെ നാവിനെ ശക്തീകരിക്കും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും സഭകളിൽ നമുക്ക് കാണാം, ഇത്ര മിനിറ്റ് തൊട്ട് ഇത്ര മിനിറ്റ്, രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന മീറ്റിംഗ് ആണെങ്കിൽ 9 to 9:30, 9:30 to 10:30 വർഷിപ്പ് ടൈം. അപ്പൊ ആ ഒരു ടൈമിംഗ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാം മാനുഷികപരമായി പല ടൈമിങ്ങൾ വെച്ചിരിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന് നമ്മൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന് നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ല നമ്മൾ ആരാധന കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, നമ്മൾ ഒത്തിരി നേരം പ്രാർത്ഥിക്കും, പക്ഷേ വർഷിപ്പ് ചെയ്യും, പക്ഷേ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് അവിടെ ഇല്ല, എന്റെ കർത്താവ് അവിടെ ഇല്ല. ഉദാരക ശന്തര റീബസ്യാന്തര. കർത്താവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ ആരാണ് ടൈം ലിമിറ്റ് വെക്കാൻ? നമ്മൾ ആരാണ് ദൈവമക്കളെ? ഹല്ലേലൂയ, റിക്കാറബസ്യാന്തര. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ടൈമിങ്സും എല്ലാം മാറ്റി പരിശുദ്ധാത്മാവിന് നമ്മൾ ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ശക്തമായ ദിവസങ്ങളെ നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ മതിയായവനാണ്. ഉദാരക ശന്തര റീബസ്യാന്തരെ. പരിശുദ്ധാത്മാവിൽ എത്ര നേരം നമ്മൾ പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം നമ്മുടെ ശുശ്രൂഷയുടെ മൂർച്ച കൂടും. നമ്മുടെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ജനം വിടുവിക്കപ്പെടും. ഉദാരക ശന്തരെ റിക്കോ റസ്യാന്തരാലവ ശന്തര റിക്കാ റബസ്യ. പ്രാർത്ഥന, ആരാധന, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇൻ അവർ ലൈഫ് ഇഫ് യു ആർ ഡൂയിങ് ഗോഡ്സ് മിനിസ്ട്രി. കുദാരക ശന്തരെ റിക്കോ റസ്യാന്തരാവ ശന്തരെ. എന്നാൽ ആരാധനയ്ക്ക് നമ്മൾ പ്രധാന സ്ഥാനം കൊടുക്കണം. അങ്ങനെ ചെയ്താൽ ദൈവം നമ്മൾ പ്രസാദിച്ച് പ്രവർത്തനത്തിനുള്ള ശക്തിയും കൃപയും ദൈവം നമുക്ക് നൽകും. കുടാരക ശന്തര റിക്കോ റസ്യാന്തരാബ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. നമ്മൾ ആദ്യം പ്രവൃത്തി ചെയ്തിട്ട് കർത്താവിനോട് നമ്മൾ ചോദിക്കുവാണ്. അങ്ങനല്ല, ആദ്യം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അതിനുള്ള ശക്തിയും കൃപയും പ്രാപിച്ചിട്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നമ്മൾ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മളാണ്. നമ്മൾ എത്ര നേരം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, rather than our ministry, rather than the things that we are doing for God's ministry. കുടാരക ശന്തര റിക്കോ റസ്യാന്തരാലവ ശന്തരെ റിക്കാ റബസ്യാന്തര. രാപ്പകൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരുടെ ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവിടെ വിടുതലുണ്ട്, രോഗസൗഖ്യമുണ്ട്, ഹല്ലേലൂയ, മിറക്കിൾസ് നടക്കുന്നുണ്ട്. ഇന്ന് എത്ര ശുശ്രൂഷകൾ, എത്ര മിറക്കിൾസ് നമ്മൾ നടക്കുന്നു. നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ നോക്കിക്കേ, അതിൻ്റെ പിന്നിൽ നമുക്കറിയാം എത്രയോ ശ്രേഷ്ഠമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസന്മാർ, ദേവദാസിമാരുടെ ജീവിതം നോക്കിയാൽ അവരുടെ പിന്നിൽ അവർ മണിക്കൂറുകൾ നേരം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും. അവർ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യോ, മീഡിയ അറ്റൻഡ് ചെയ്യോ, ആരുമായിട്ട് ഫോണിൽ സംസാരിക്കുകയോ മൊബൈലിൽ നോക്കുകയോ ഒന്നുമില്ല. അവർ മുറി അടച്ചിരുന്ന് എത്രയോ മണിക്കൂർ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നതാണ് ഹല്ലേലൂയ അവർ ശുശ്രൂഷയിൽ. ഹല്ലേലൂയ, അവർ ശക്തമായി ശുശ്രൂഷിക്കാനുള്ള രഹസ്യം അതാണ് ദൈവമക്കളെ. നമുക്കും ആ പാത പിന്തുടരുക. യേശു കർത്താവ് അങ്ങനായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് നമുക്കറിയാം കർത്താവ് ദൈവസന്നിധിയിൽ പിതാവിനോട് അനേകം മണിക്കൂറുകൾ സംസാരിച്ച് പിതാവ് യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ശിഷ്യന്മാർക്ക് വിളമ്പിക്കൊടുത്തത്. അവിടെ വന്ന ജനത്തിന് വിളമ്പിക്കൊടുത്തത്. നമ്മളും അപ്രകാരമായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ വർഷങ്ങളാൽ നമ്മളെ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ലൈനിലുണ്ടല്ലോ, PC വർക്കി പാസ്റ്റർ, AG ചർച്ചുകളുടെ പാസ്റ്ററാണ്. പാസ്റ്റർ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. യേശു കർത്താവിന്റെ നാമത്തിൽ വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. May God bless you. Pastor, welcome to this Google prayer meeting. കർത്താവ് അനുഗ്രഹിക്കട്ടെ.